ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ പുറത്തിറക്കിയ 2024 അഴിമതി സൂചിക പ്രകാരം ഡെൻമാർക്ക് തുടർച്ചയായ രണ്ടാം വർഷവും ലോകത്തിലെ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യമായി. ഫിൻലാൻഡ്, സിംഗപ്പൂർ, ന്യൂസിലാൻഡ് എന്നിവയാണ് തൊട്ടു പിന്നിലുള്ളത്. കഴിഞ്ഞ വർഷം 93-ാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ 96-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. പൊതുമേഖലയിലെ അഴിമതിയുടെ തോത് അടിസ്ഥാനമാക്കി 180 രാജ്യങ്ങളെയും പ്രദേശങ്ങളെയുമാണ് വർഷം തോറും CPI റാങ്ക് ചെയ്യുന്നത്. ഏറ്റവും അഴിമതി നിറഞ്ഞതിന് 0-ഉം ഏറ്റവും സംശുദ്ധമായതിന് 100-ഉം എന്ന നിലയിൽ ഇതിനിടയിൽ സ്കോർ നൽകിയാണ് വിലയിരുത്തൽ. ഡെൻമാർക്ക് 90 സ്കോർ നേടിയപ്പോൾ ഇന്ത്യക്ക് 38 സ്കോർ നേടാനേ കഴിഞ്ഞുള്ളൂ. ഇത് രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ അടയാളപ്പെടുത്തുന്നതാണെന്ന് വിദഗ്ധർ പറയുന്നു. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, ചൈന എന്നിവയും താഴ്ന്ന റാങ്കിലാണ്. പട്ടികയിൽ പാകിസ്ഥാൻ 135-ാം സ്ഥാനത്തും ശ്രീലങ്ക 121-ാം സ്ഥാനത്തുമാണ്. ബംഗ്ലാദേശ് 149-ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ചൈനയ്ക്ക് 76-ാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞു. ദക്ഷിണേഷ്യൻ മേഖലയിലുടനീളം അഴിമതി ഒരു പ്രധാന പ്രശ്നമായി തുടരുന്നെന്നും പല രാജ്യങ്ങളും ഇത് പരിഹരിക്കുന്നതിൽ പുരോഗതി കൈവരിച്ചിട്ടില്ലെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അഴിമതി സ്കോറിലെ ആഗോള ശരാശരി 43-ആയി തുടരുന്നുണ്ട്. എന്നാൽ 3-ന് 2 രാജ്യങ്ങളുടെയും സ്കോർ 50-ൽ താഴെയാണെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. യുക്രൈൻ പോലെയുള്ള ചില രാജ്യങ്ങളിൽ അല്പം പുരോഗതി ഉണ്ടെങ്കിലും ലോകമെമ്പാടുമുള്ള അഴിമതിയുടെ തോത് ഭയാനകമായ വിധത്തിൽ ഉയർന്നതായി ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ മുന്നറിയിപ്പ് നൽകുന്നു. ഇത് കാലാവസ്ഥാ വ്യതിയാനം, മനുഷ്യാവകാശ ലംഘനം തുടങ്ങിയ വെല്ലുവിളികളെ നേരിടാനുള്ള ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുമെന്നാണ് ആശങ്ക. പല പാശ്ചാത്യ രാജ്യങ്ങളുടെയും സ്കോറിലും സാരമായ ഇടിവുണ്ടായതായാണ് റിപ്പോർട്ടിലെ സൂചന. അഴിമതിയുടെ വർധനയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. മുമ്പ് 69 പോയിന്റ് ഉണ്ടായിരുന്ന US-ന് ഇത്തവണ 65 പോയിന്റേ ഉള്ളൂ. ഇതോടെ അഴിമതി പട്ടികയിൽ 24-ാം സ്ഥാനത്ത് നിന്ന് അവർ 28-ാം സ്ഥാനത്തേക്ക് താഴ്ന്നു. ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങൾക്കും കാര്യമായ ഇടിവാണ് ഉണ്ടായത്. ഫ്രാൻസിന് 4 പോയിന്റ് കുറഞ്ഞ് മുമ്പത്തേക്കാൾ 6 സ്ഥാനങ്ങൾ പിന്നിലേക്ക് പോയി. 3 പോയിന്റും 6 സ്ഥാനവും കുറഞ്ഞ ജർമ്മനി കാനഡയ്ക്കൊപ്പം 15-ാം സ്ഥാനത്തേക്ക് പതിച്ചു. സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങളിലെ വഷളായിക്കൊണ്ടിരിക്കുന്ന പ്രവണതകളും റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നുണ്ട്. 4 പോയിന്റ് കുറഞ്ഞ് റഷ്യ പട്ടികയിൽ പിന്നോട്ട് പോകാൻ പ്രധാന കാരണം യുക്രൈനിലേക്കുള്ള അധിനിവേശമാണെന്നാണ് വിലയിരുത്തൽ. അതേസമയം യുക്രൈൻ ചില നല്ല പ്രവണതകൾ കാട്ടിയതായും റിപ്പോർട്ട് പറയുന്നുണ്ട്. ജുഡീഷ്യൽ സ്വാതന്ത്ര്യത്തിലും അഴിമതിക്കെതിരെയുള്ള നടപടികളിലുമാണ് അവർ മുന്നേറ്റം നടത്തിയത്. എങ്കിലും സ്കോറിൽ 1 പോയിന്റിന്റെ കുറവ് യുക്രൈനും ഉണ്ടായി. 8-9 സ്കോറുകളുമായി ദക്ഷിണ സുഡാനും സൊമാലിയയുമാണ് സൂചികയിൽ ഏറ്റവും പിന്നിലുള്ളത്. 10-12 സ്കോറുകൾ മാത്രമുള്ള വെനസ്വേല, സിറിയ എന്നിവയും ഏറ്റവും അഴിമതിയുള്ള രാജ്യങ്ങളായി രേഖപ്പെടുത്തപ്പെട്ടു. അഴിമതി സാമ്പത്തിക വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുക മാത്രമല്ല, ജനാധിപത്യം, സ്ഥിരത, മനുഷ്യാവകാശം എന്നിവയ്ക്ക് വൻ ഭീഷണിയുമാണ് ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ അടിവരയിടുന്നത്. ആഗോളതലത്തിൽ വളരെ ഉയർന്ന നിലയിലായ അഴിമതിയുടെ തോത് കുറയ്ക്കാൻ അടിയന്തര നടപടി വേണമെന്നാണ് റിപ്പോർട്ടിന്റെ ഊന്നൽ.